ചുമ്മാ ഞാൻ ഇവിടെ കിരിയുടെ ബ്രേക്കപ്പില് പങ്കെടുത്തോണ്ടിരിക്കുക ചുമ്മാ സ്വാമി വെള്ളത്തിന് തപസ് ചെയ്യണ്ടാ ആ കണ്ണാളിയാ അളിയന്റെ പരിപാടി ആ വണ്ടിക്കത്തിരി ഞാൻ മുടിയൊന്ന് പറ്റ വെട്ടിയാണ് മുടിയൊന്ന് പറ്റ വെട്ടി പറ്റ വെട്ടിടാ പറ്റ വെട്ടി ഇവന്റെ തന്തയെ പോലെ കണ്ണാപ്പീരെ അറിയാണ്ട് പറ്റിയതാണ് സോറി എന്ത് നേരത്തെ അവിടത്തെ അത് സീനൊന്നുമില്ല പക്ഷേ നമ്മളത് തമാശ എടുത്തുള്ളൂ തമാശ ഒന്ന് മാറോ എടാ സാശ അടിച്ചുണ്ടാക്കി തന്നല്ല സോറി റാശ കിരി റാശ അടിച്ചൊക്കെ തന്നല്ലേ നിനക്ക് ഞാനെന്താ ചന്ദ്ര കേക്കണം ഞാൻ ഇന്നലെ അതപ്പില്ലേ എടുത്തിട്ട് ചക്കര പെടകല്ലേ പുത്തേ പെടകല്ലേ അതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളാ ചാപ്റ്റർ വിട്ടതല്ലേ പിന്നെ നീ കുത്തി വയ്യേ നിന്റെ സമ്മതം ഇല്ലാതെ അവൾ ആരെയും നോക്കത്തില്ല നീ സമ്മതിച്ച എനിക്കിടയ്ക്ക് ഇരുസൈഡ് സംഭവിച്ചാണ് അപ്പൊ മനസ്സിലായില്ലേ ആ പറഞ്ഞത് വെറുതെ ആയിരുന്നു അത്രേ ഉള്ളു ഞാൻ അന്ന് തന്നെയല്ല പറഞ്ഞത് അത് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് വെറുതെ ആയിരുന്നു അത്രേ ഉള്ളു അപ്പൊ വെറുതെ ആയിരുന്നാ പറഞ്ഞത് അതെ പ്രാവശ്യം ഉണ്ടോ ഇവിടെ എനിക്ക് സംസാരിക്കണം ഉണ്ടോക്കെ എന്തായാലും ഇങ്ങനെ തേച്ചിട്ട് പോയെങ്കിൽ എനിക്ക് ഉണ്ടോ സംസാരിക്കണമെങ്കിൽ ഇല്ല എനിക്ക് വാസന വരട്ടെ എനിക്കൊന്ന് രണ്ട് പറയണം എന്തായാലും നമ്മളങ്ങ് തേച്ച് മെഴുകിയിട്ട് നമ്മളങ്ങനെ തേച്ചിട്ട് അങ്ങനെ ഒരുത്തിനെ നമ്മളങ്ങനെ വിട്ടിട്ടില്ല അങ്ങനെ പുതിയ ബോയ് ഫ്രണ്ട് ആയിരുന്നു അറിയാമോ ടീച്ചറെ പയ്യൻ എടാ ഏബലെ ഞങ്ങൾ ഇളകല്ലേ കഴിവേറി അടിച്ച് തിരിക്കും ഞാൻ പോന്റെ നമ്മളിപ്പോ ഒരു സാധനത്തിന് പുതിയൊരു സാധനം വാങ്ങുമ്പോ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തോണ്ടല്ലേ ഇരിക്കണേ ഡൗൺഗ്രേഡ് കുഴപ്പമില്ല വരുമ്പോ സംസാരിക്കാം എന്തായാലും ഇല്ല റാഷയോട് സംസാരിക്കണോടാ ഫ്രണ്ടിലുള്ള ലോഗോ എന്താ ക്ലിയർ ആയിട്ട് ഇവിടെ നിക്ക വണ്ടി ഒതുക്കിട്ട് ലോഗോ പോയി ചിരം വഴി മച്ചു പേരെന്താണ് ഇവിടെ വലിയ ഗിറ്റാറൊക്കെ ഉണ്ടല്ലോ പാട്ട് പാടും വെച്ചേ പാട്ട് പാടും ബ്രോ പാട്ട് പാടും സിംഗറാണോ അതോ ഗിറ്റാറിസ്റ്റ് പാട്ട് പാടി പാട്ടും പാടും ഗിറ്റാറും വായിക്കും ബ്രോ ഒരു പാട്ട് ഒരു മിനിറ്റ് ബ്രോ ഒരു മിനിറ്റ് അയ്യോ എത്തി കൗണ്ട് ചെയ്യണ്ട അയ്യോ ഞാൻ ഒരു മിനിറ്റ് എന്നൊരു ഒരു അതിശയോക്തിക്ക് പറഞ്ഞ പെട്ടെന്ന് പാടേ മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ കേൾക്കാൻ മനുഷ്യർ കേൾക്കാൻ സുഖമുള്ള ഏത് ഭാഷയിലാണോ ഇപ്പം ബ്രോ ഒരു ലവിന്റെ മൂഡിലാണോ ആ ലവ് ഒരു ബ്രേക്കപ്പ് മൂഡിലുള്ള ഒരു പയ്യുണ്ട് ഇവിടെ ഒരു ബ്രേക്കപ്പ് മൂഡിലൊരു പയ്യുണ്ട് അപ്പൊ ആ മൂഡിൽ പാടിക്കോ ബ്രേക്കപ്പ് ആരെ ബ്രേക്കപ്പ് ആയത് ഈ വണ്ടിക്കകത്ത് ഈ പൈസ അടിക്കണ പയ്യൻ അയ്യോ ഒന്ന് കാണട്ടെ ഒരു മിനിറ്റ് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ചന്ദ്ര ബ്രോ ഒന്ന് ഇറങ്ങ അല്ലല്ല അവന്റെ അതിലാക്കി വിഷമാണ് അതിന്റെ ഇറങ്ങത്തില്ല അല്ല എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാനാ വണ്ടി കളിക്കാല്ല പറഞ്ഞ അവനൊരു പാട്ട് പാടുന്നതാണ് നമ്മള് ചോദിച്ചത് അല്ലല്ലോ ഒരാൾക്ക് വിഷമം വരുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ചു ഇറങ്ങണ കിരി ഇറങ്ങ് ഞാൻ സുനി കുഞ്ഞ് ആ കറക്റ്റ് നല്ല പേര് ബ്രോ പാട്ട് പാടുവോ പാട്ട് പാടാം
ராசாத்திய ராத்திரி பார்த்த ரவுடி பைய ரொமான்டிக்கான ரகசியமா ബ്രേക്കപ്പ് ആയിരുന്നു പാടാൻ പാടിയ പാട്ട്. ബ്രേക്കപ്പ് Very amazing. രാസാത്തിയെ രാത്രി പാത്ത് റൗഡി പയ്യ റൊമാൻറ്റിക് ആണ്. ബ്രോ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അടുത്തതിന് നമ്മൾ പിടിക്കണം. നമ്മൾ ഇതിൽ തളർന്നു പോകരുത് കേട്ടോ. രഹസ്യമാ ഉന്നപ്പോന്ന് ഞാൻ പറയുന്നത് ആൽഫാമയിലാവണമെന്നാണ് കേട്ടോ. ഇതൊക്കെ very ഇത് 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 റാശയ്ക്ക് മറ്റവനും പാടിക്കൊടുക്കുന്ന പാട്ടാണ്. എനിക്കല്ല പാടുന്നത്. ഇത് യവന് പാടിയ ഒരു ശോകമായ ഗാനമാണ് നമ്മൾ നിങ്ങളുടെ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ ശോകം വരുന്നുണ്ട് കരയരുത് കേട്ടോ. ആ ഇല്ല ഓക്കെ എല്ലാരും ഒന്ന് സൈലന്റ് ആവണേ. തേജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും, മനസ്സേ കൊന്നു കേട്ടോ. തീർച്ചയായിട്ടും ജീവനോടുണ്ട് കേട്ടോ. എപ്പോഴും കൊന്നു കളഞ്ഞ ആളെ. മനസ്സേ തളരരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം, ചുമ്മാ ഇരി. ഞാൻ ഇവിടെ കിരിയുടെ ബ്രേക്കപ്പില് പങ്കെടുത്തോണ്ടിരിക്കുക. ചുമ്മാ ഇരി. കിടിലൻ പാട്ട്. ആ. സമയമാവും കൂടെ റാഷ് അടിച്ചങ്ങ് കൊടുത്ത് യവന്റെ അടുത്ത് പറഞ്ഞിട്ട് വേറെ ആരെയും പ്രേമിക്കുമെന്ന് വാക്കൊക്കെ കൊടുത്തിട്ട് പോയതാട്ടാ. അളിയെ 2 ദിവസം സിറ്റി വരായിരുന്നപ്പോഴത്തേക്ക് 3ാമത്തെ ദിവസം വേറെ ഒരാളെ കല്യാണം കഴിച്ചു. നേരെ ഡയറക്റ്റ് കയറി. കുണ്ടയാണോ പാവമാണ്. കീരിക്കാരെ കുണ്ടനാണ്. ആരാ വിളിച്ചത്? അയ്യോ കുണ്ടനല്ല ഗുണ്ടയാണോ? ഓ അങ്ങനെ. ബ്രോ അവൻ ഇപ്പം ഓക്കെ. നല്ല പാട്ടായിരുന്നു. നല്ല പാട്ട് കേട്ടോ. താങ്ക് യു. കീരി ബ്രോ വിഷമിക്കല്ലേ കേട്ടോ. എന്ത് വിഷമിക്കല്ലേ, ഇതിലൊന്നും വിഷമിക്കല്ലേ. സിറ്റിയിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഇനിയും കീരി അവളെ പോലെ തേക്കാലോ നോക്കിയത്. കീരി കുറച്ച് സിൻസിയറായിട്ടാ നോക്കി. അപ്പൊ കീരിക്ക് കുറച്ച് വിഷമം ആവാം. ബ്രോ ഞാൻ സിൻസിയർ ആയിട്ടുള്ള റിലേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. തപസ്സിരിക്കണം. തപസ്സിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് വേറെ എല്ലാം പോവും. അതുപോലെയാണ് അവന്റെ പെണ്ണിനെ കൊണ്ടുപോയത്. തപസ്സിരുന്നത്. ഇരിക്കേണ്ടത് ആ പെണ്ണിന്റെ വീട്ടിൽ തപസ്സിരുന്നുണ്ടാ പോയെന്ന്. വാ കേറ് ചന്ദ്ര നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ട്. അവൻ ഇരിക്കേണ്ട അടുത്തിരുന്നില്ലെങ്കിൽ അതാണ്. അത് പറയുമ്പോ ചന്ദ്രൻ എന്താ ഒരു ഇത്. എനിക്കൊന്നുമില്ല. ബൈക്കിൽ വന്നിടിച്ച ചെള്ള പുളക്കനായ ഒരു അടിയും തന്ന് നേരെ പറഞ്ഞ് വിടും കേട്ടാ. പള്ളി എടുക്കാൻ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. വാ തുറക്കുന്നത്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് നിനക്ക് എന്ത് കുഴപ്പം തന്നെ. വണ്ടി ഇടിച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വള്ളിട്ടോണിലാണ്. എന്താ ഒന്നുമില്ലാത്ത പയ്യന എന്താ പറയണ. പള്ളിയൊന്നും എടുക്കാത്ത ഒന്നുമില്ലാത്ത അങ്ങനത്തെ ആണല്ലേ. അതെനിക്ക് നേരത്തെ അവന്റെ അടുത്ത് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. സ്പാരോയുടെ അടുത്ത് അയ്യോ ഞാനോട് കാമായിട്ട് കണ്ണാപ്പി 2018 പക്ഷേ 2020 വിട്ടതാണ്. അല്ല എന്താ ബ്രോ പേരെന്താ പറയത്തില്ലെന്ന് പറഞ്ഞ കൂടെ തുടങ്ങിയതായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഹലോ ഇത് ഫുള്ള് ഇങ്ങനെ ചുറ്റിയിരുന്നാലേ കാണാൻ പറ്റും. സിറ്റുവേഷൻ എടുത്തായിരുന്നേ നമ്മളെ പേര് ഇത് ഞാനില്ല കേട്ടോ. എനിക്ക് ബന്ധമല്ല. ഐ ആം സോറി. ഹലോ അത് നേരത്തെ ഒരുത്തൻ സിറ്റുവേഷൻ എടുത്തായിരുന്നു. ടോക്കിയോ കൊണ്ട് ഫിറ്റ് ചെയ്താ. അവൻ നമ്മുടെ ഞാൻ അങ്ങനെ പേര് പറഞ്ഞു. ആ ഒരു മഹാൻ നിങ്ങളെപ്പരെ കയറിയെന്നാ പറഞ്ഞത്. ഇതിനകത്തോ നോക്കാം. ശരി എൻജോയ്. ഹാപ്പി കില്ലിംഗ്. എന്താ ഇതൊക്കെ ഏത് വള്ളി? ഇതിന്റെ ഇടയിൽ കൂടെ പുതിയ വള്ളി. ഇത് വല്ലാത്ത വെറൈറ്റി വള്ളിയാണ്. പമ്പിന് പോയി നോക്കട്ടെ പെട്രോളൊക്കെ ഉണ്ടോ. 1200 കോടിയുടെ പമ്പ് ഉണ്ടായിരുന്നില്ലേ? മറന്നുപോയി.
എത്ര അവിടെ കിട്ടി? എന്നെ അടിക്കാൻ പറയല്ലേ എനിക്ക് 1200 ചോദിക്കില്ല. എടാ 50 കോടി കിട്ടി അവിടെ ഒരു പ്രോഫിറ്റ് അവിടെ നിന്ന്. നീ അവളെ കൊണ്ടുവന്ന് ബിരിയാണിയും ജ്യൂസും ഒക്കെ വാച്ച് കൊടുത്തുകൊണ്ട് നടന്നില്ലേ? ബിസിനസ് പറയുമ്പോ ബിസിനസ് അതിനെക്കാട്ടിലും ലാഭ. നിനക്ക് ഞാനൊരു പശുവിനെ വാങ്ങിച്ചേരാം ഗിരി. കറക്കാറ്. ആ ഇനിയുള്ള കാലം ജീവിക്കാൻ. ഇരിക്കൂലല്ല കുഴപ്പമില്ല. നോക്ക് എന്താന്ന് വെച്ചാ നല്ല ലാഭം ഉണ്ടോ നോക്കട്ടെ. ലാഭം കൊയ്തോ നോക്കട്ടെ. ക്രിസ്മസ് ന്യൂ ഇയർ ലാഭം 50% ഓണർഷിപ്പ് തരണേ. ഓക്കെ 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 ഓക്കെ. ഒരു പെട്രോളും ഇല്ല. സംഭവിട്ടുന്നു. ആ അത്ര ലൈഫ് എങ്ങനെയാണ് ബോസ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പെട്രോൾ 100, 1000, 1000, ലക്ഷം, 10 കോടി, 10 കോടി, 100 കോടി, 100 കോടി ഉണ്ട്. 100 കോടിയാണ് കുറച്ച് കോടി. ഇത് പെട്രോൾ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഇവിടത്തെ. സൂപ്പർ. നിനക്ക് ലാഭമല്ലടാ, നിനക്ക് കിട്ടും. ഞാൻ എന്റെ പിള്ളേരെ വിളിച്ച് പറയും. വെയിറ്റ് എന്തൊരു പറയാൻ പോണ്. റേഡിയോ എത്രയായിരുന്നു? പറക്കുമോനെ ഒന്ന് പമ്പിൽ പെട്രോൾ അടിച്ചിട്ട് വല്ല വകുപ്പുണ്ടോ? ആ ഓക്കെ ഓക്കെ. നമ്മുടെ റേഡിയോ ആണ് കേട്ടാ പറയണത്. ശരിയോടാ. നീ എത്ര റേഡിയോടാ ഒരുമിച്ച് സംസാരിക്കുന്നത്? ശരിയോടാ. മോളില് നോക്ക്. ആകാശത്ത് പറക്കുന്ന ചപ്പിയേട്ടാ. ഒരു സൈഡ് ചരിഞ്ഞു. ഇപ്പൊ ലാലേട്ടനായി. ബോസണ്ണ ഇപ്പൊ എന്റെ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഒരു ടയർ ചരിഞ്ഞിരിപ്പുണ്ട്. ഇങ്ങനെ വരെ ചരിഞ്ഞ് കറക്റ്റ് ഒരു ബീജം കിട്ടിയില്ല. ഓഫ് റോഡ് എടാ വണ്ടി സർവീസ് ചെയ്തിട്ട് പോകും. ഒരു സൈഡ് ചരിഞ്ഞിരിക്കും. കുഴപ്പമില്ല. ആരും ചോദിച്ചാൽ ലാലേട്ടന്റെ ഫാൻ ബോയ് ഇവന്മാർ ഇത് എടുത്തോണ്ട് പോയില്ലേ വണ്ടി? അതെന്തിനാന്ന് ചോദിച്ചിട്ടേ പോത്തോളം തോന്നുന്നു. ചന്ദ്ര എനിക്കൊരു ഡൗട്ട്. ശരി ശരി ശരി. റാശിയെ പറ്റിയാണോ ചോദിച്ചോ? അല്ല അല്ല, നീ ഇപ്പൊ എക്സ് അല്ലേ? ഞാൻ എക്സ്ട്രാ അല്ല പിന്നെ എക്സ്കോ ലീഡർ അല്ലേ? അത് പറഞ്ഞു ബോസണ്ണൻ. അപ്പൊ അതാണല്ലേ ഫുഡ് ഇടാത്തേ? അതെ. ഓ വ്യക്തമായത്. ദേഷ്യം തീർക്കുന്നത് വണ്ടിയോടല്ല. ഇച്ചോക്കെ ബസണ ലൈഫ് അങ്ങനെയാന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല കാര്യങ്ങള്. സത്യം സത്യം. അത് ഞാൻ പഠിച്ചതാ. ഇന്നലെ മാറ്റി. ഇന്നലെ എന്ത് മാറ്റി? ബാബുനെ മാറ്റി. ഇന്നലെ ഇതാക്കി അവസാനം പറഞ്ഞു. അത് തപ്പാൻ പറ്റും. തപ്പാൻ പറ്റും. അല്ലല്ല ഇന്നലെ അധികാരം ഏറ്റോളം ബോസണ കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ലൈഫ് അങ്ങനെയാന്ന്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ബാബു അല്ല ബാക്കിലോട്ട് കയറ്റാൻ പറ്റും. അറിയാം. ഒതുക്കിയിടാൻ വന്നേണോ? വണ്ടി ബാക്ക് എടുത്ത് മുകളിലോട്ട് കയറും നോക്കാനാണ്. ഇല്ല ഇത് നടക്കണില്ല. ഇറ്റ്സ് ഓക്കെ. നമ്മളെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയല്ലേ? ഇപ്പൊ സമയമില്ല. എനിക്ക് അതിന് സമയമല്ല. അതിനല്ലേ ഓടുന്നത്? കറക്റ്റ് പാർക്കിങ് ഏതാ? ഞാൻ വന്ന വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കളിക്കുന്ന ആരോടൊന്നും ഇവിടെ ഒന്ന് കളിക്കുന്ന ആരോടൊന്നൊക്കെ ചിന്തിക്കാം. ആരാ കളിക്കുന്ന? ഇങ്ങോട്ട് പോയി. മംഗലശ്ശേരി ആശാൻ. നിനക്ക് വിഷമമുണ്ടോ? നീ ഒന്ന് പൊട്ടിക്കരഞ്ഞോ?
ഞാൻ ഞാൻ എന്താലോചിച്ചാണ് കരയേണ്ടത് നിന്റെ ഈ ഉള്ളൊരു ഇത് ഞാൻ എന്താലോചിച്ച് കരയണം നീ പറയണം. ഞാൻ ആൾറെഡി പറഞ്ഞില്ലടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ. എന്നാലും എനിക്ക് ഇപ്പോഴും ആ കാതുകളിൽ മുഴങ്ങുന്നൊരു കാര്യമുണ്ട്. എന്ത്? അവള് ആരുടെ യെസ് പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ അടുത്തേ പറയുള്ളൂ. അതെ, അതായിരുന്നല്ലോ ട്രസ്റ്റ്. അതിപ്പോ ഇല്ലല്ലോ. ട്രസ്റ്റില്ലാതെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല ചന്ദ്ര. എനിക്ക് അതിന്റെ രസമുണ്ട്. നിന്റെ ആ ഒരു കോൺഫിഡന്റ് ഇതായി പോയപ്പോഴേ നിന്നെ പോലത്തെ പാക്ക് ചെയ്ത് പറഞ്ഞു. എടാ മറ്റേ പയ്യൻ ആരായിരുന്നടാ? മറ്റേ പയ്യൻ റാഷയുടെ ഇപ്പോഴത്തെ മാടനാ? മാഡിയാ? ആളെങ്ങനെ റൊമാൻറ്റിക് ആണോ? എക്സ്ട്രീം റൊമാൻറ്റിക്. അപ്പൊ അവള് വളയാണെങ്കിൽ കീരക്കാട്ടിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളടുത്തായിരിക്കുമല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമല്ലോ. നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും അവിടെ. അത് എത്തിക്കണമെങ്കിൽ അണ്ണ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും. ബെഞ്ച് മാർക്ക് സ്വാമി വെള്ളത്തിന് തപസ് ചെയ്യണ്ടാ? ഹലോ ഹലോ, ഇന്ദ്രനല്ല ചന്ദ്രനാ. ചന്ദ്രനാണോ? ഇന്ദ്രനല്ല ചന്ദ്രനാണ്. ചന്ദ്രൻ എനിക്കൊരു തോക്ക് തരുമോ? ഈ സ്വാമി ചന്ദ്രനെ തോക്കണ്ടെന്ന ഏത് സ്വാമി? ഈ സ്വാമി ഇങ്ങനെ കോമം നടത്തി നോക്കി ഈ വെള്ളത്തിരുന്ന എന്റെ തോക്ക് ആദ്യമേ ആ നിക്കർ നേരെ ഞാനും പറഞ്ഞു പഠിക്കാൻ. അല്ല ഇത് മയച്ചാണോ? മറ്റേ ആരെ ഒരു പയ്യൻ മറ്റേ വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലായിരുന്നു? മറ്റേ ഹൾക്കിനെ പോലത്തെ ഒരു പയ്യനില്ലായിരുന്നോ മറ്റേ വെള്ളത്തിൽ മുങ്ങിപ്പോയെ? അതിശയനാ, അതിശയനെ നോക്കി ഇങ്ങനെ മയച്ച്. അത് നല്ല അതത്ര ആരും ചിന്തിക്കുന്നില്ല. ശരിയാ ഇത് കേട്ടത് ശരി. ആ ഓക്കെ സ്വാമി എന്താ പറയുക? വെള്ളത്തിരുന്ന് അപ്പിടുവാണോ ഒരാൾ തന്നെ? അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അതാ നല്ലത്. അഥവാ ആണെങ്കിലോ സ്വാമി നമ്മളെ ഒരു കൂട്ടുകാരനെ ഒരു ബ്രേക്കപ്പിന്റെ വക്കിലിരിക്കുകയാണ്. വക്കിലല്ല ബ്രേക്കപ്പിലിരിക്കുകയാണ്. ഈ കീരി എന്ന് പറഞ്ഞ ആള്. ഇതിനു മുന്നേ ഭാര്യ മക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡിവോഴ്സ്ഡ് ആയിട്ട് ഇപ്പൊ ഒരു പുതിയ റിലേഷനിലോട്ട് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഭയങ്കര ഹോപ്പൊക്കെ കൊടുത്തായിരുന്നു. ആക്ച്വലി പുള്ളിക്കാരത്തി പറഞ്ഞെന്ന് പറഞ്ഞാ ഞാൻ ഇവര് ശരിക്കും ഇഷ്ടത്തിലാണ്. അതായത് ഇവരെ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ശരിക്കും ഇവര് കപ്പിൾസ് ആണ്. പക്ഷെ അകമേ ഇവര് കപ്പിൾസ് അല്ലായിരുന്നു. അതായത് അങ്ങനത്തെ ഒരു റിലേഷൻ ആയിരുന്നു ഇവരെ. അതായത് ഒന്നും ആരിലും ഒരാള് എന്തൊരു ഷിപ്പെന്ന് എനിക്ക് അറിയാമോ? ജെൻസി സ്വാമിയാണ് കേട്ടോ ഇത്. സ്വാമി അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇവര് ആരെങ്കിലും ഒരാള് യെസ് ഇപ്പൊ പറഞ്ഞ് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സുപ്രഭാതത്തിൽ അറിയുന്ന പറഞ്ഞ കുട്ടി വേറൊരാൾക്ക് യെസ് പറഞ്ഞെന്നാണ്. സത്യം പറയില്ലേ ഓരോ ട്രെയിൻ എങ്ങനെ തലവെക്കാൻ പറ. സ്വാമി ഞാൻ ഒരു കാര്യം പറഞ്ഞു. സിമ്പിൾ ആണ്. സ്വാമിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞുതരാം. സ്വാമി ഞാൻ ഒരു വണ്ടി ബുക്ക് ചെയ്തു. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഓക്കെ, അപ്പൊ ബുക്ക് ചെയ്ത വണ്ടി വേറെ എടുത്തു. ഞാൻ പൈസ അടച്ചില്ല. അതിന് മുന്നേ വേറെ എടുത്തിട്ട് പോയി. മനസ്സിലായോ? പൈസ അടച്ചോ? പൈസ എടുത്തില്ല. പൈസ അടച്ചില്ല. 100 മൈൽ സ്പീഡിൽ. അപ്പൊ മോനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അതിനേക്കാണ് ഈ നല്ല വേറെ വണ്ടിക്ക് വേണ്ടി ശ്രമിക്കല്ലേ ചെയ്യണ്ടേ? ഇനി സെക്കൻഡ് ഹാൻഡ് വണ്ടി വേണ്ട. അങ്ങനെ ഇനി ആള് നടന്നു പോന്നാണ് പറയണേ. ഞാൻ ഇനി നടന്നോളാം. സ്വാമിയെ പോലെ നടന്നു നോക്കോളാം. സ്വാമിയുടെ പാതയിലേക്ക് വരാൻ എന്ത് ചെയ്യണം?
കീരിയ സ്വാമി 2 പ്രാവശ്യം മറ്റേ ആദ്യം ബുക്ക് ചെയ്യുന്ന പറഞ്ഞില്ലേ വണ്ടി? സ്വാമി 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 ആദ്യം ഒരു വണ്ടി ബുക്ക് ചെയ്യുന്ന പറഞ്ഞില്ലേ? ആ വണ്ടി ആള് 2 പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നേ. എന്നിട്ട് കിട്ടിയിട്ടില്ല. പൈസ കൊടുത്തില്ല, എന്നിട്ട് വേറെ വാങ്ങി. ലോൺ സാങ്ഷൻ ആയില്ല. ഇപ്പൊ ശരിക്കും മൂഞ്ചതാ വാങ്ങിയവനാണ്. വാങ്ങിയ പയ്യനാണ്. എനിക്കറിഞ്ഞൂടാ കിരി. നമുക്കിനി ആലോചിക്കേണ്ട സ്വാമി, സ്വാമിയുടെ പാതയിലേക്ക് വണ്ടി എങ്ങനെയുണ്ട്? സ്വാമി അത് വിട് സ്വാമി, നിങ്ങൾ സ്വാമി അപ്പൊ ആൾക്ക് 2 ഉപദേശം സ്വാമി ഉപദേശവും മുമ്പെങ്കിലും ഒരുപോലെ കൊടുക്കല്ലേ. ആൾക്ക് സിറ്റിയിൽ നടക്കുള്ള നമ്മളെ ഗ്യാങ്ങിൽ ഒരാളാണ്. അപ്പൊ ആ രീതിയിലുള്ളൊരു ഉപദേശം ആള് ബ്രഹ്മചര്യ വാക്ക് പറ്റത്തില്ല. ഇപ്പൊ 28 30 അപ്പൊ എക്സ്പയർഡ് എല്ലാം വർക്കിംഗ്. അങ്ങനല്ല, 28 ചെറിയ പ്രായം. അതെ ഉറപ്പായിട്ടും. സത്യം പറ, ഉള്ളിന്റെ ഉള്ളില് ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾക്കാണെങ്കിലും ആഗ്രഹമില്ലേ? നല്ല ആഗ്രഹമുണ്ട്. ഇല്ല, അത് ഞാൻ രാത്രി അടിച്ചു തീർക്കും. ഇതൊക്കെയാണ് പ്രശ്നം. രാത്രി അടിച്ചു തീർക്കുന്നത്. മനസ്സിന് ഞാൻ സ്വന്തമായിട്ട് എന്റെ മനസ്സിനെ തന്നെ ഞാൻ അങ്ങനെ തന്നെ മനസ്സിലായില്ലേ? അപ്പൊ അടിച്ചു തീർക്കും. മുടിയൊക്കെ നീട്ടിയുള്ള അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. സത്യം അല്ല, അങ്ങനെയല്ല, എന്തായാലും കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഒരിക്കലും ഇനി അടുത്തൊരു വണ്ടിക്ക് വേണ്ടി കാത്ത് കയറി ടെസ്റ്റ് ഡ്രൈവ് പോലും അടിക്കാൻ നിൽക്കറി. ഒരു കാര്യം മനസ്സിലായില്ലേ? ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ വരെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാരുണ്ട്. കാര്യമില്ല. അപ്പൊ എടുക്കുന്നുണ്ടെങ്കിൽ ആരും കാണാണ്ട് പോയിട്ട് എടുക്കുക, സ്വന്തമായിട്ട് അങ്ങ് വെക്കും, ആരെയും കാണിക്കരുത്. നേരത്തെ പ്രീ ബുക്ക് എല്ലാം ചെയ്ത് വെച്ച ഇതാ പുറത്തോട്ടിറക്കരുത്. സത്യം. അല്ലെങ്കിൽ ആരെയൊക്കെ ചോദിക്കും പഠിക്കാൻ. അതെ അതെ, നമുക്ക് ഇതുപോലത്തെ ഒരു സുഖമുള്ള പരിപാടി വേറെ ഇല്ല. എന്ത് വെള്ളത്തിൽ കിടക്കണം? അല്ല, അതല്ല, പിന്നെ ഈ പെണ്ണിനെ വേണ്ടിയിട്ടുള്ള വ്യഗ്രത കാണിക്കാണ്ട് ഒറ്റക്ക് നടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. മോനെ കണ്ടാൽ വലിയ കോയിന്ന് പറയാൻ പറ്റില്ല, ഒരു പുഷ്പനാണ്. കണ്ടാലറിയാം, മുഖത്ത് എഴുതി കാണിക്കുന്നത്. അതിനതെ കിട്ടിയിട്ടില്ലേ? അതിന് കുറെ കിട്ടുന്നില്ല ഇപ്പൊ. കാര്യമായിട്ട് കിട്ടുന്നുണ്ട്. പട്ടത്തിലും നീളത്തിലും എന്താ പറഞ്ഞ കേട്ടില്ല. പട്ടത്തിലും നീളത്തിലും ഒരുമിച്ച് പറഞ്ഞു. അപ്പൊ അതെല്ലാം ആലോചിച്ചിട്ട് ഇനി അടുത്ത വണ്ടി എടുക്കുമ്പോ നോക്കുക. ശരി സ്വാമി, താങ്ക്സ് ഫോർ ഉപദേശം. ശരി. ഉടായി പറഞ്ഞല്ലേ, നിക്കണേ. ഇത് കേട്ടല്ല, ഇതെല്ലാം ഒരു പാടമാണ്. ഇതെല്ലാം കേട്ട് ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം കേട്ടാ. നിർത്തി ചന്ദ്ര. അതാ പറഞ്ഞേ. ഫോൺ എടുത്താലേ വരും.